വെൽക്കം ടു സോണിയാസ് കിച്ചൺ. ഞാനിന്നിവിടെ നല്ല നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് 1/2 കിലോ ജീരകശാല റൈസ് കഴുകി ഡ്രെയിൻ ചെയ്തെടുത്താണിത്. അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് 2 സവാള. സവാള ഇതിൽ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് റൈസിൻ്റെ കൂടെ തന്നെ ചേർക്കാനായിട്ടും. പിന്നെ 3 സ്പൂൺ നെയ്യ്, ആവശ്യത്തിനുള്ള ഉപ്പ്, വെള്ളം, 1 സ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, കാഷ്യൂനട്ട്, റേസിൻസ്, ഏലക്ക, ഗ്രാമ്പൂ, കറുവാപ്പട്ട, തക്കോലപ്പട്ടിൽ. ഈ കാഷ്യൂനട്ടും റേസിൻസും ഒന്നും കറക്റ്റ് അളവ് ഞാൻ പറയുന്നില്ല, കാരണം ഇതിപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അത് ചേർത്ത് കഴിക്കാനാണ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചേർക്കാം. ഇതിപ്പോൾ ഞാനൊരു 25-30 പീസോളം എടുത്തിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് അത് കൂടുതലോ കുറവോ അത് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അത് ചേർക്കുന്നത്. ഇനി ഇതുണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ആദ്യം തന്നെ ഇതുണ്ടാക്കാനുള്ള പാത്രം അടുപ്പിലോട്ട് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഉരുളിയാണ് എടുക്കുന്നത് ഉണ്ടാക്കാനായിട്ട്. ഇതിലേക്ക് ഈ 3 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കഴിയുമ്പോൾ ഇതൊന്ന് ഈ പാത്രം ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഈ തക്കാളിപ്പട്ടിൽ, കറുവാപ്പട്ട ഇതെല്ലാം കൂടി ആദ്യം ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ജിഞ്ചർ പേസ്റ്റ് കൂടി ചേർക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഈ സവാള കൂടി ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴന്ന് വരണം. നമ്മളിതിൽ ജിഞ്ചർ പേസ്റ്റ് മാത്രമേ ചേർക്കത്തുള്ളൂ, ഗാർലിക് ഒന്നും ചേർക്കത്തില്ല. അതുപോലെ ഈ കാഷ്യൂനട്ടും റേസിൻസും ഒക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് വറുക്കുന്നത്. കാരണം നമ്മൾ ഇതിൽ തന്നെ ഇട്ട് വറുത്ത് പോരുമ്പോഴേക്കും ആ നെയ്യിലേക്ക് ഒരു കറുപ്പ് വരും. അത് വരാതിരിക്കാനായിട്ട് ഞാൻ വേറെ പാത്രത്തിൽ ഫ്രൈ ചെയ്താണ് അതെല്ലാം. ഇതുപോലെ സവാളയാണെങ്കിലും വേറെ പാത്രത്തിൽ ഫ്രൈ ചെയ്ത് ഞാൻ ഈ ചോറിലേക്ക് ചേർക്കുകയാണ് ചെയ്യാറ്. അപ്പം അതങ്ങനെ ചെയ്യാൻ ഒട്ടും സമയമില്ലാത്തവർക്കാണെങ്കിൽ ഇതിൽ തന്നെ ആദ്യം വറുത്ത് കോരിയെടുക്കാം. അതുപോലെ നെയ്യ് ലാഭിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ നെയ്യ് വളരെ കുറച്ച് ഉപയോഗിക്കാനും താല്പര്യമുള്ളവർക്കാണെങ്കിൽ അതുപോലെ ചെയ്യാം. ഇപ്പോൾ എണ്ണയൊക്കെ വളരെ കുറച്ച് ഉപയോഗിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്യുന്നതിന് മുൻപ് തന്നെ ആദ്യം ഈ കാഷ്യൂനട്ടും റേസിൻസും ഒക്കെ ഇതിലേക്ക് തന്നെ വറുത്ത് കോരുക. അതുപോലെ തന്നെ വറുക്കാനുള്ള ഫ്രൈ ചെയ്യാനുള്ള സവാളയാണെങ്കിലും വറുത്ത് കോരിയതിന് ശേഷം വേണം ഇതൊക്കെ ഇടാനായിട്ട്. ഈ ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോഴേക്കും സവാളയും പെട്ടെന്ന് വഴഞ്ഞു കിട്ടും. ഇപ്പോൾ ഈ സവാളയൊക്കെ ഏകദേശം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഈ റൈസ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ ഈ വെള്ളമയമൊക്കെ ഒന്ന് പൊട്ടി തിരുന്നിടം വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം നമ്മൾ ചോറ് ഇത് വരുമ്പോഴേക്കും ഈ ചോറ് പൊട്ടി പോകാതിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് റൈസ് ഫ്രൈ ചെയ്യുന്നത്. ഇതൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൽ വെള്ളമൊക്കെ പൊട്ടി തീർന്നു. ഇതിലേക്ക് ഈ ചോറ് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പം ഈ ഫ്രൈ ചെയ്ത റൈസിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ റൈസ് ഫ്രൈ ചെയ്യാൻ വെക്കുന്നത് കൊണ്ട് കൂടെ തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഈ വെള്ളം തിളപ്പിക്കാനൂടെ വെക്കാം. ഞാനിവിടെ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിയായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ ഇതിന് ഞാൻ 3.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് വേകാനായിട്ട് വെക്കാം. ഈ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് മൂടി വെച്ച് സിമ്മിലിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ ചോറ് വേകുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് വേറൊരു ചീൻചട്ടിയിലേക്ക് അല്ലെങ്കിൽ ഒരു പാനിലേക്ക് 2 സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഈ ഫ്രൈ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ്. നമ്മളിതൊക്കെ ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് തന്നെ ചോറും വെന്തോളും.
ചോറിന് ഒരുപാട് വേവൊന്നും ഇല്ലാത്തതാണ്. ഈ നെയ്യ് ചൂടായി വരുമ്പോഴേക്കും ആദ്യം തന്നെ ഈ കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഈ കാഷ്യൂനട്ട് ഒന്ന് ബ്രൗൺ കളർ ആവുന്നതോടും വരെ ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഈ കാഷ്യൂനട്ട് ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിനെ കോരി മാറ്റാം. ഇതിലേക്ക് തന്നെ ഈ റൈസിൻസ് കൂടി ഇട്ട് കൊടുക്കാം. ഇതുകൂടി പെട്ടെന്ന് കോരി മാറ്റാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള കൂടി ഇതിലേക്ക് ഇട്ട് ഫ്രൈ ആയിട്ടെടുക്കാം. ഇപ്പോൾ ചോറ് കറക്റ്റ് 10 മിനിറ്റ് ആയിട്ടുണ്ട് വെച്ചിട്ട്. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു ചോറ്. അപ്പോൾ ചോറ് വെന്ത് കറക്റ്റ് പാകമായിട്ടിരിക്കുകയാണ്. വെള്ളമൊക്കെ വറ്റി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് മൂടി വെക്കാം. അപ്പോഴേക്കും ബാക്കി സവാള കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഈ സവാളയൊക്കെ നല്ല ഫ്രൈ ആയിട്ടുണ്ട്, ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് വെച്ചാൽ ഇത് കരിഞ്ഞു പോകും. അപ്പം കരിഞ്ഞു പോയാൽ പിന്നെ നമ്മൾക്ക് ആ ചോറിൻ്റെ തന്നെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പം ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പം നമ്മളെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ റെഡിയായിരിക്കുന്ന ചോറിലേക്ക് ഈ കാഷ്യൂനട്ടൊക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടി ചുറ്റുമ്പോഴേക്ക് മണ്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നെയ്ച്ചോറ് തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ടും എഴുതി അറിയിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.